ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് അങ്ങനെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, തുണിക്കടയിൽ പോയി തുണി എടുക്കുന്നു, അത് കൊണ്ടുവന്ന് തയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഈ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ വീടിന് നേരെ ഫ്രണ്ടിലത്തെ വഴിയിലൊരു പുഴ, ആ പുഴയാണിത്. അപ്പോൾ ഇവിടെ വെള്ളം മാത്രമല്ല, ചെളിയുണ്ട്. ഈ പൈപ്പ് ലൈന് വേണ്ടിയിട്ട് എന്തോ സൈഡ് ഇങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇത് ആക്ച്വലി നല്ല റോഡായിരുന്നു, കോൺക്രീറ്റ് ഒക്കെ ചെയ്ത റോഡായിരുന്നു. പക്ഷെ അവരത് പൊളിച്ച് മാറ്റിയ പിന്നെ ഇങ്ങനെ നാശമായി പോയി. ഇനിയിപ്പോൾ അതൊക്കെ എന്ന് റെഡിയാക്കി വരുമെന്നൊന്നും അറിയത്തില്ല. കൂടുതൽ കഥയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കറിയാം നമ്മുടെ ചുറ്റുവട്ടം എല്ലാം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു മഴയുണ്ട്. ഞാൻ 2 പിള്ളേരെയും വീട്ടിൽ ഏൽപ്പിച്ചു. വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 2 സന്താനങ്ങളെയും ഞാൻ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഞാനും അനിയത്തിയായിട്ടാണ് പോകുന്നത്. സാധാരണ ഞാൻ ഇവളുമായിട്ട് ഷോപ്പിങ്ങിന് പോവാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ റെയറായിട്ടാണ്, ഈ കാലഘട്ടത്തിലാണ് ഞാൻ ഇവളുമായിട്ട് ഷോപ്പിങ്ങിന് പോകാൻ തന്നെ തുടങ്ങിയത്. കാര്യം ഇവളുടെ ടേസ്റ്റ് വേറെ, എൻ്റെ ടേസ്റ്റ് വേറെ. എനിക്കിഷ്ടമുള്ളത് ഇവൾക്കിഷ്ടമില്ല, ഇവൾക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമില്ല. പക്ഷേ 2 പേരും തയ്ച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാറുണ്ട്, ഒളിച്ചും പാത്തുമൊക്കെ ഇടാറുണ്ട്. ഈ കാണുന്നുണ്ടല്ലോ ഒരു അമ്പലമാണ്, വേമ്പിൻകുളങ്ങര അമ്പലം. ഇവിടെയുണ്ട് ഭയങ്കര രസമുള്ളൊരു ആൽമരം. കാണിച്ചു തരാം ഒരു സെക്കൻഡ്. അതെ, ഇതാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ കാണുന്ന എൻട്രൻസിൻ്റെ അവിടെ ആ കാണുന്നത് ഒരു വലിയ ആൽമരമാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതൊക്കെ ഈ കണ്ടവും തോടും എല്ലാം നിറഞ്ഞിരിക്കുമല്ലേ. ഞങ്ങളിതിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, ഇങ്ങനെ ഹൗസ് ബോട്ടിലൊക്കെ പോകുന്നൊരു ഫീലാണ്. എല്ലായിടും ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചു, നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പുണ്ടോ, അവിടെയൊക്കെ പർച്ചേസ് ഓൺലൈനായിട്ട് നടക്കുമോ. അപ്പോൾ അന്ന് കാണിച്ച കടകളിലൊന്നും അങ്ങനെയുള്ളതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോൾ കാണിക്കുന്നില്ലേ, എൻ ഡിസൈൻസ് എന്നാണ് ഈ കടയുടെ പേര്. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അവർ ആ യൂട്യൂബ് ചാനലിൽ കൂടെയാണ് കൂടുതലായിട്ടും സെയിൽസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വന്നും ഫാബ്രിക് മേടിക്കാം. ഞാൻ അവരുടെ ചാനലിൻ്റെ ലിങ്കും ലൊക്കേഷനും ഒക്കെ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഞാനും സൗമ്യയും ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഓരോന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ കരുതിയിട്ട്. ഇത് അവൾക്ക് വേണ്ടി എടുത്തൊരു മെറ്റീരിയലാണ്. ഞാനെടുത്തത് ഇത് ഒരു ക്രീം ഹക്കോബ ഷെയ്ഡ്. അപ്പോൾ ഇവിടെയും 80 രൂപ മുതൽ കോട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോട്ടൺ എന്ന് പറഞ്ഞാൽ മിക്സായിട്ട് വരുന്ന കോട്ടൺ, പ്യുവർ അല്ല. പ്രൈസ് റേഞ്ച് മാറുന്ന അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി മാറുന്നുണ്ട്. ഇവരെന്തോ 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ഒക്കെയാണ് കേട്ടോ. എനിക്ക് പിന്നെ തുണികൾ നേരിട്ട് തൊട്ടൊക്കെ മേടിക്കുന്ന കൂടുതലിഷ്ടം. എനിക്ക് തോന്നുന്നു അവർ ഓണം കളക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് എന്ത് ഭംഗിയാണെന്നറിയ തുണിയൊക്കെ കണ്ടില്ലേ. അജ്രക്ക്, മൊഡാൽ സിൽക്ക്, പിന്നെ കോട്ടൺസിൽ തന്നെ വെറൈറ്റി ഒത്തിരിയുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തിട്ട് അവരൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു സൈഡിൽ ഓർഡേഴ്സ് എടുക്കുന്നു, ഒരു സൈഡ് പാക്ക് ചെയ്യുന്നു, ഒരു സൈഡിൽ അവർ കൊറിയർ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതും തൂക്കിപ്പെറുക്കിയെടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. പിന്നെ ഈ സ്വന്തമായി തയ്ക്കുന്ന എന്നെപ്പോലെ കുറച്ച് പേര് കാണിക്കുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്. അതായത് ഫങ്ഷൻ ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഇന്നലെ വൈകിട്ടോ ഇന്ന് രാവിലെയൊക്കെ ആയിരിക്കും തയ്ക്കുന്നത്. ഞങ്ങൾ ക്ലോത്ത് പോയി എടുക്കുന്നത് ബുധനാഴ്ചയാണ്. ഫങ്ഷൻ എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ചോറൂണായിരുന്നു, അത് വ്യാഴാഴ്ചയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു 50-50 ചാൻസിലാണ് ഞങ്ങൾ പോയി ഇത്രയും തുണി എടുത്തുകൊണ്ട് വരുന്നത്. ഞാൻ മനസ്സിലൊന്ന് കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്കുള്ളതും അനിയത്തിക്കുള്ളതും എന്തായാലും ചെയ്ത് വെക്കണം, ബാക്കിയൊക്കെ വരുന്ന പോലെ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് കരുതി വെച്ചത്. അപ്പം ഞാൻ മേടിച്ച മെറ്റീരിയലൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇത് കണ്ടു, നല്ല ഭംഗിയില്ലേ. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്. 110 രൂപ എന്തായിരുന്നു റേറ്റ് മീറ്ററിന്. അപ്പോൾ 2.5 മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പ് കരുതിയാണ് മേടിച്ചത്. പിന്നെ ഞാൻ മേടിച്ചത് ഒരു ഒനിയൻ പിങ്ക് കളറ് ഇതേപോലത്തെ ഒരു ഹോൾസ് വരുന്നൊരു ഹക്കോബയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. അത് ഞങ്ങൾ 4 മീറ്ററാണ് മേടിച്ചത്. അതിൻ്റെ റേറ്റ് വരുന്നത് 275 രൂപ എന്തോ ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഭംഗിയുള്ള ഹക്കോബ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴേ നോക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ടായിരുന്നു. അതും 2.5 എന്തോ ആണ് മേടിച്ചത്. അതും ആ റേറ്റ് തന്നെയാണ്. പിന്നെ ഇത് സൗമ്യ എടുത്താണ്, അനിയത്തി എടുത്താണ്. ഇതിങ്ങനെ ഓർഗൻസ പോലെ ഇങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് ക്ലോത്താണ് കേട്ടോ.
ഒരു ഗോൾഡൻ ഒരു ഷെയ്ഡൊക്കെ വരുന്ന പോലെ, ഒരു ക്രീമും ഗോൾഡും ഒക്കെ കൂടെ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇത് ഞങ്ങളുണ്ടല്ലോ യോക്ക് പോലെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ക്ലോത്താണേ. പിന്നെ 2 പേർക്കും ഓരോ മുണ്ട് വീതം. മോന് മറ്റേ ഒട്ടിക്കുന്ന ടൈപ്പ് ഒരു മുണ്ടില്ലേ, അത് കുഞ്ഞിന് പിന്നെ കെട്ടുന്ന പോലത്തെ മുണ്ടും. സത്യം പറഞ്ഞാൽ എനിക്കത് അറിയത്തില്ല, വേണോ വേണ്ട എന്നുള്ള കേസൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാനൊരു കരുതലിന് വേണ്ടി മേടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അനിയത്തിക്ക് വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരു യോക്ക് പോലെ വെച്ചിട്ട് സ്ക്വയർ നെക്ക് കൊടുത്ത് സ്ലീവിൻ്റെ താഴത്ത് ഒരു പീസ് പോലെ കൊടുത്ത് ഒരു സ്ലിറ്റ് ടോപ്പ്, അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അളവെടുക്കാൻ തുടങ്ങി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുടെ സൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. അവൾ വണ്ണം വെച്ചു, ഞാനൊന്നും കൂടെ ക്ഷീണിച്ചു. അപ്പം കൃത്യ അളവിന് തയ്ച്ചില്ലെങ്കിൽ അതും ബോറായതുകൊണ്ട് ഞാൻ പിന്നെ അളവെടുത്ത്. പിന്നെ ഞാൻ അങ്ങോട്ട് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ എടുക്കാനിരുന്ന് കഴിഞ്ഞാൽ പണി നടക്കത്തില്ല. അതുകൊണ്ട് ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വരച്ചെടുത്ത കേട്ടോ. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ഹെമ്മിങ്ങാണ് ചെയ്യാനുള്ളത്, അതും ഞാൻ ചെയ്യുവാണ്. തയ്ക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നൊരു കാര്യമുണ്ട്. ഈ നമ്മൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടാവും, പക്ഷെ ആ സമയം കൊണ്ട് ഈ അടിനൂല്, ബോബിനിലുള്ള നൂല് തീർന്നു പോകും. എനിക്ക് അതുപോലെ ഒരു അരിശം വേറില്ല. പിന്നെ അതുവരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടേപ്പ്, കത്രിക, ത്രെഡ് കട്ടർ, നൂല്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആ സമയമാകുമ്പം കാണത്തില്ല. സംഗതി എവിടെയെങ്കിലും ചുറ്റുവട്ടത്തെവിടെയെങ്കിലും കാണും, നമ്മൾ വെച്ചെടുത്ത് നോക്കുമ്പോൾ കാണത്തില്ല. ഓർക്കപ്പുറത്ത് എവിടെയെങ്കിലും വെക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ പുറകെ നടന്ന സമയം അത്രയും പോവും. ഈ ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സൊക്കെ ഇല്ലേ, തലേദിവസം കൊണ്ട് തന്ന പിറ്റേന്നൊക്കെ, അതൊക്കെ ഞാൻ 50-50 ചാൻസിലേ എടുക്കാറുള്ളൂ. ഞാൻ പ്രത്യേകം പറയും, ചിലപ്പോഴേ പറ്റുള്ളൂ. കാരണം ഒന്ന് കറണ്ട് തീർന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടേതായത് കാരണം ഞാൻ ഈ റിസ്ക് എടുക്കും. ഈ കാണുന്നത് ഞങ്ങളുടെ മുറ്റമാണ്. കഴിഞ്ഞ ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. 2 മഴ നല്ലോണം നിന്നങ്ങ് പെയ്തു. 2 ദിവസമായിട്ട് നിന്ന് പെയ്ത മഴ ഞങ്ങളുടെ മുറ്റം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നീന്തി കുളിച്ച് വേണം ചോറൂണ് നടത്താൻ പോവാൻ. അപ്പോൾ ഇതാണ് ഞാൻ മോൾക്ക് വേണ്ടി ചെയ്തത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ലൈൻ പോലെ വന്നിട്ട് താഴെ കുറച്ച് ഫ്രില്ല് പോലെ കൊടുത്ത് നടുക്കായിട്ടൊരു പീസ് വെച്ച് നമ്മൾ ആ യോക്കിനൊക്കെ വെച്ചില്ല, ആ ഫാബ്രിക് വെച്ചിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിലൊരു കെട്ടും. ഞങ്ങൾ ഈ കാണിക്കുന്ന പരാക്രമം എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി അവളെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്നുള്ളൊരു പ്ലാന് ചെയ്തതാണ് കേട്ടോ. രക്ഷയില്ലായിരുന്നു. കാലിട്ടിങ്ങനെ അടിച്ചടിച്ച് അപ്പോൾ ഉടുപ്പെല്ലാം മേലോട്ടിങ്ങനെ കയറിപ്പോവും. ഇവരൊക്കെ പിന്നെ അതുവരെ നല്ല ഉത്സാഹത്തിൽ നിന്ന് കഴിയുമ്പോഴത്തേന് ഫോട്ടോ എടുക്കാം, ക്യാമറ കാണുമ്പോഴൊക്കെ അല്ലെ ഫോണുമായിട്ട് വരുമ്പോഴെല്ലാം ഒന്ന് ചിരിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയും വരത്തില്ല, ജാടയിട്ടിങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ എൻ്റെത് നോർമൽ സ്ലിറ്റ് ടോപ്പാണ്. ഞാൻ ആ നടുക്കിൽ അതുപോലെ ഒരു പാച്ച് വർക്ക് പോലെ അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. പണ്ടൊക്കെ ആയിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ ഒരുവിധം എന്താ പറയുക, കഴുത്ത് വൈഡായാലും ഇറക്കം ഒത്തിരി ഇറങ്ങിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. ഒരു 5.5 ഇഞ്ചാണ് ഞാൻ വെച്ചിരുന്നത് കഴുത്ത്, പക്ഷേ എനിക്കതെന്തോ 4.5 മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്യും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് പറയുക. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങി നീന്തി കുളിച്ച് അമ്പലത്തിൽ പോയി ചോറൂണിന് കൊണ്ടുപോട്ടെ. ടാറ്റാ.